നമസ്കാരം. ഈ മണിക്കൂറിലെ രണ്ട് പ്രധാന വാർത്തകളുമായി സ്പോർട്ട് ലൈവിലേക്ക്. തന്ത്രിയെ രാക്ഷസനെന്ന് വിളിച്ചത് രാക്ഷസന്റെ മന്ത്രിസഭയിലെ അംഗമായതിനാലെന്ന് കെ മുരളീധരന്റെ വിമർശനമാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊരു വാർത്ത, ശബരിമലയിൽ ഇനിയും കൂടുതൽ യുവതികൾ ദർശനത്തിനെത്തുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട്. ഓപ്പറേഷൻ കനകബിന്ദുവിന് പിന്നാലെ ഓപ്പറേഷൻ ദർശനം കൊഴുക്കുന്നു എന്നുള്ളതാണ് കേരളം ചർച്ച ചെയ്യുന്നത്. ഈ രണ്ട് വാർത്തകളും വളരെ പ്രധാനത്തോടെ കേരളം ചർച്ച ചെയ്യുമ്പോൾ, ഒന്ന്, സംഘർഷത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ ബാധ്യസ്ഥനായ മുഖ്യമന്ത്രി മനഃപൂർവ്വം കലാപങ്ങൾക്ക് വഴിയൊരുക്കുകയാണെന്ന് കെ മുരളീധരൻ വിമർശിക്കുകയാണ്. ക്രമസമാധാന നില നിയന്ത്രിക്കാൻ മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിക്കോ കഴിയുന്നില്ല. ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മന്ത്രി ജി സുധാകരനെയും ശക്തമായ ഭാഷയിലാണ് കെ മുരളീധരൻ വിമർശിക്കുന്നത്. കേന്ദ്രത്തിൽ UPA ഭരണം വന്നാൽ ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് പുതിയ നിയമം കൊണ്ടുവരാൻ ശുപാർശ ചെയ്യുമെന്നും മുരളീധരൻ പറയുന്നു. തന്ത്രിയെ മാറ്റാൻ മന്ത്രിക്ക് അവകാശമില്ല. തന്ത്രിയെ ഒരു മന്ത്രി രാക്ഷസനെന്ന് വിളിച്ചത് രാക്ഷസന്റെ മന്ത്രിസഭയിൽ ഇരിക്കുന്നത് കൊണ്ടാകാം. ഇങ്ങനെ സംസ്കാരശൂന്യരായ മന്ത്രിമാരും ധാർഷ്ട്യം നിറഞ്ഞ മുഖ്യമന്ത്രിയും ചേർന്ന് കേരളത്തെ കുരുതിക്കളമാക്കിയെന്നും കെ മുരളീധരൻ പറഞ്ഞു. കേരളത്തെ 3 ദിവസം നാഥൻ ഇല്ലാതാക്കി. സംഘർഷത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ ബാധ്യസ്ഥനായ മുഖ്യമന്ത്രി മനഃപൂർവ്വം കലാപങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. ക്രമസമാധാന നില നിയന്ത്രിക്കാൻ മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിക്കോ കഴിയുന്നില്ല. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയത് മുഖ്യമന്ത്രിയുടെ ദുർവാശി മാത്രമല്ല, മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുറപ്പിക്കാനുള്ള ശ്രമം കൂടിയാണെന്ന് മുരളീധരൻ പറയുകയാണ്. RSSനെ പ്രകോപിപ്പിച്ച വിഷയം RSS-CPM പ്രശ്നമാക്കി മാറ്റാനും അതുവഴി ന്യൂനപക്ഷങ്ങളുടെ വോട്ടുറപ്പിക്കാനുമുള്ള തറക്കളിയാണ് മുഖ്യമന്ത്രി കളിക്കുന്നതെന്നും കെ മുരളീധരൻ ആവർത്തിക്കുന്നു. മാത്രമല്ല, മറ്റൊരു വാർത്ത, ശബരിമലയിൽ ഇനിയും കൂടുതൽ യുവതികൾ ദർശനത്തിനെത്തുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടാണ്. ഓപ്പറേഷൻ കനകബിന്ദുവിന് പിന്നാലെ ഓപ്പറേഷൻ ദർശനം കൊഴുക്കുന്നതായാണ് മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിടുന്നത്. സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള യുവതികളാണ് ഇനിയും ദർശനത്തിന് എത്തുകയെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസങ്ങളിൽ 9 യുവതികൾ ദർശനം നടത്തിയെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് കൂടുതൽ യുവതികൾ ദർശനത്തിന് വരുന്നുവെന്ന് പോലീസ് തന്നെ പറയുന്നത്. ഇന്നലെ വലിയ നടപ്പന്തൽ വിരിവെക്കാൻ സൗകര്യമൊരുക്കുന്ന വ്യാജേന പോലീസ് സന്നിധാനത്തിന് പുറകിലുള്ള 4 വഴികളിൽ സ്റ്റാഫ് ഗേറ്റ്, വടക്കേനട, നെയ്യഭിഷേകം വഴി ഭസ്മക്കുളം തുടങ്ങിയിടത്തു നിന്നും സ്വാമിമാരെ മാറ്റിയത് യുവതീ പ്രവേശനത്തിന് കളമൊരുക്കുന്നതിന് വേണ്ടിയാണെന്നാണ് അയ്യപ്പ ഭക്തന്മാർ കരുതിയത്. ഇത് ചെറിയ സംഘർഷത്തിനും ഇടയാക്കിയിരുന്നു. 44 വയസ്സുള്ള യുവതി ശബരിമലയ്ക്ക് പോകാൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതും ഇന്നലെ ഭക്തരെ ആശങ്കയിലാക്കിയിരുന്നു. ഓപ്പറേഷൻ ദർശൻ എന്തായാലും കൊഴുക്കുന്നുണ്ടെന്നാണ് വിവരങ്ങൾ. മകരവിളക്കിന് മുൻപായി 20ഓളം പേരെങ്കിലും സന്നിധാനത്ത് എത്തിയേക്കുമെന്നാണ് സൂചന. യുവതികളെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്ന് പോലീസ് അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ യുവതികൾ ദർശനം നടത്തിയെന്ന വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസും സ്ഥിരീകരിച്ചിരുന്നു. ഇവരുടെ സുരക്ഷ മാനിച്ചാണ് വിവരങ്ങൾ പുറത്തുവിടാത്തതെന്നാണ് അധികൃതർ പറയുന്നത്. യുവതികളുടെ ശബരിമല ദർശനം സംബന്ധിച്ച വിവരം 22-ന് സുപ്രീം കോടതിയിൽ സർക്കാർ നൽകുന്ന റിപ്പോർട്ടിൽ വിശദമാക്കും. യുവതികൾക്ക് സുരക്ഷ നൽകുന്ന പോലീസുകാർ അയ്യപ്പ വേഷത്തിലാണ് ഇവരെ അനുഗമിക്കുന്നത്. പോലീസ് വേഷത്തിൽ സുരക്ഷ ഒരുക്കുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയപ്പെടുന്നത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. ഏതായാലും വലിയ തന്ത്രപരമായ നീക്കങ്ങളാണ് നടക്കുന്നത്. എന്നാൽ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കിക്കൊണ്ട് സംരക്ഷണം ഒരുക്കേണ്ടതില്ലെന്ന നിലപാടും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട്. ശബരിമലയിലെത്തിയ സ്ത്രീകളുടെ പേരും വയസ്സും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വ്യക്തമാക്കിയാകും സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ യുവതികൾക്ക് സർക്കാർ പ്രവേശനത്തിന് സൗകര്യം ഒരുക്കിയെന്നും കോടതി അറിയിക്കും. കൂടുതൽ സ്ത്രീകൾ ശബരിമലയിൽ എത്തിയത് സംബന്ധിച്ച സൂചനകൾ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പ്രകടിപ്പിച്ചിരുന്നു. ഇക്കാര്യത്തിൽ പോലീസ് നിലപാടിനെ അനുകൂലിച്ചാണ് മന്ത്രിയും അഭിപ്രായം നടത്തിയത്. ഏതായാലും ശബരിമലയിൽ കൂടുതൽ സ്ത്രീകൾ കഴിഞ്ഞ ദിവസം എത്തിയതിന്റെ സ്ഥിരീകരണത്തിന് പിന്നാലെ മകരവിളക്കിന് ശബരിമലയിൽ കൂടുതൽ സ്ത്രീകൾ എത്തുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നേരത്തെ തിരിച്ചുപോയ മന്യതി സംഘം തിരിച്ചുവരാനുള്ള സാധ്യതകൾ, ഫേസ്ബുക്ക് കൂട്ടായ്മ അടക്കമുള്ളവർ വീണ്ടും ശബരിമലയിൽ എത്താനുള്ള സാധ്യതകൾ, ഇതൊക്കെ പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. ഏതായാലും കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ മകരവിളക്കുമായി ബന്ധപ്പെട്ട പോലീസ് സന്നിധാനത്തും പമ്പയിലും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം സ്ത്രീകൾ ശബരിമല സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ കരുതൽ നടപടികളും ഉണ്ടാകുമെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം.